കോഴിക്കോട് കൈതപ്പൊയിലെ ഹസ്നയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. ഹസ്നയുടെ പങ്കാളി ആദിലിനെതിരെ ഗുരുതര ആരോപണവുമായി ഹസ്നയുടെ കുടുംബം രംഗത്തെത്തി. ആദിൽ ഹസ്നയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഹസ്നയുടെ വിദേശത്തുള്ള സഹോദരിയെയും സഹോദര ഭാര്യയെയുമാണ് ഭീഷണിപ്പെടുത്തിയത്. ആദിലിന്റെ ഫോട്ടോ ബന്ധുക്കൾക്ക് പരിചയപ്പെടുത്തിയതിനായിരുന്നു ഭീഷണി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് ഹസ്നയുടെ കുടുംബത്തിന്റെ ആരോപണം. AK അഭിലാഷുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിലാഷ്, ഇതെപ്പോഴാണ് ഇങ്ങനെയൊരു ഭീഷണി ഉണ്ടാക്കിയത് ഈ ആദിലിന്റെ ഭാഗത്തുനിന്ന്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഈ കേസ് അന്വേഷണം ഇപ്പോൾ എങ്ങനെ പോകുന്നു? ശ്രുതി, ഈ ഹസ്ന മരിച്ചത് ആത്മഹത്യ ചെയ്തത് ആണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ ബന്ധുക്കൾ. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം. ഈ ഓഡിയോ സന്ദേശത്തിൽ കൊടിസുനിയുടെ അടക്കമുള്ള പേരുകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളും ഈ ഓഡിയോ സന്ദേശത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 7 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ ആരോപണമായി ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ ഹസ്ന ആദിലിനൊപ്പം പോകുന്ന ഒരു ഘട്ടത്തിൽ അവരെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആദിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠ സഹോദരി ഇവരുടെ ഫോട്ടോ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. ഇതോടുകൂടിയാണ് ജ്യേഷ്ഠ സഹോദരിയെ ദുബായിലുണ്ടായിരുന്ന അവരെ വിളിച്ച് ആദിൽ ഭീഷണിപ്പെടുത്തുകയും അപായപ്പെടുത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സഹോദരന്റെ ഭാര്യയെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ അടക്കം വാഹനം ഇടിച്ച് പരിക്കേൽപ്പിക്കുമെന്നടക്കം തരത്തിലുള്ള അപായപ്പെടുത്തലിന്റെ സൂചനകൾ തന്നെയായിരുന്നു അന്ന് ആദിലിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള ആരോപണമാണ് ഇവരുടെ ബന്ധുക്കളുടെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി പോലീസിൽ നൽകാനുള്ള ഒരു തീരുമാനമാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഇക്കാര്യത്തിലൊക്കെ ദുരൂഹതയുണ്ട്, മരണത്തിലടക്കം ചില സംശയങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യമാണ്, സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ ഇന്ന് തന്നെ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ആദിലും ഹസ്നയും നിരവധി തവണ ബാംഗ്ലൂരിലേക്കടക്കം യാത്ര ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലടക്കം ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പല വാഹനങ്ങൾ വന്നു എന്നടക്കമുള്ള പരാതികളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹസ്നയുടെ മാതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ ഈ മരണത്തിന് മുമ്പായി ഒരു ദിവസം മുമ്പ് വിളിക്കുകയും അതോടൊപ്പം തന്നെ താൻ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ ദുരൂഹതയെ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹസ്നയെ അപായപ്പെടുത്തിയതാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഹസ്നയുടെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത് ഈ ഭീഷണിയും അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്ന ശബ്ദ സന്ദേശമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ആദിൽ ഹസ്നയുടെ കുടുംബത്തെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകി.